ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 89 റിവ്യൂ. അനുമോളെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കാതെ കെയർ ചെയ്യുന്ന അനീഷ്. ആദില നൂറയുമായിട്ട് കൂട്ടുകൂടാനൊക്കെ അനീഷ് ഉപദേശിക്കുന്നു. നെവിൻ അനുമോൾക്ക് പാല് കൊണ്ടു കൊടുക്കുന്നു. മധുരം വിട്ട് കുടിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു നെവിന് അനുമോളോട് സ്നേഹമുണ്ട്. നെവിൻ ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് അനുമോൾ, അതുകൊണ്ടാണ് എന്നോട് വന്ന് സോറി പറഞ്ഞതൊക്കെ. ഇന്ന് ബിഗ് ബാങ് വീക്കിലെ ഏറ്റവും റിസ്കി ടാസ്ക് ആയിരുന്നു. ഇന്ന് പ്രധാന വാതിലിന് പുറത്ത് ഒരു കാർ നിർത്തിയിട്ടിരിക്കും. ആ കാറിനുള്ളിൽ 20,000 നോട്ടുകൾ വീതം 4 ലക്ഷത്തിന്റെ പൈസ വെച്ചിട്ടുണ്ടായിരിക്കും. ആ പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ 1 മിനിറ്റിനുള്ളിൽ അകത്ത് കയറണം. കയറിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ടാവും, പൈസയും കിട്ടില്ല. പൈസ എടുത്താൽ എടുക്കുന്ന പൈസ എടുക്കാം. 3 പേർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ധൈര്യശാലികളായാലും 3 പേർക്ക് ഇതിൽ പങ്കെടുക്കാമെന്ന് ബിഗ് ബോസ്. ആദ്യം നെവിനാണ് മുന്നോട്ട് വന്നത്, പക്ഷേ നെവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് ബിഗ് ബോസ്. നെവിനാകെ ഡള്ളായി പോയി. വല്ലാത്തൊരു ചതിയായി പോയി നെവിനോട് ചെയ്തത്. കാരണം പനിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ പനിഷ്മെന്റ്? ബാക്കി എല്ലാവർക്കും പൈസ കിട്ടും, നെവിന് മാത്രം ഒന്നും കിട്ടൂല. മാത്രമല്ല ടാസ്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ കൂടി പറ്റുന്നില്ല. എന്ത് ചെയ്യും? ടാസ്ക് ചെയ്യാനായിട്ട് അനുമോളും ആദിലയും അക്ബർ മുന്നോട്ട് വന്നു. സാബുവിന്റെ ഒക്കെ ഒരു കാര്യം, ഒരു ധൈര്യമില്ല. സാബുവാൻ വിചാരിച്ചിരിക്കുന്നത് കപ്പ് നേടുമെന്നാണോ? ഈ ആഴ്ച മിക്കവാറും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് സാബുവാൻ. ആദിലേക്ക് 100 ഏതായാലും അകത്തുണ്ട്. ഇനിയിപ്പോൾ പുറത്തു പോയാലും കുഴപ്പമില്ലെന്ന് ആദിലേക്ക് അറിയാം. അനുമോളും അക്ബറും ധൈര്യമായി കൂടെ വന്നു. അവർ 3 പേരും പ്ലാൻ ചെയ്തു. ഒരാൾ ഡിക്കിയിലും ഒരാൾ മുന്നിലും പിന്നിലും അങ്ങനെ നോക്കാമെന്ന്. പ്രധാന വാതിൽ തുറന്നു. സൈറൻ അടിച്ചപ്പോൾ അവർ ഓടി കാറിന് അരികിലേക്ക് ചെന്നു. സെക്കൻഡുകൾ അവർ എണ്ണുന്നുണ്ടായിരുന്നു. ഉദ്യോഗജനകമായ നിമിഷങ്ങൾ. അവർ ഓടി അകത്തും ഡിക്കിക്കകത്തും എല്ലാം തപ്പി നോക്കി. 40 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ 100 അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഓടിവായോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 10 സെക്കൻഡ് ബാക്കി നിൽക്കെ എല്ലാവരും അകത്തേക്ക് ചാടി കയറി. പ്രധാന വാതിലുകൾ എല്ലാവരും അവരെ അഭിനന്ദിച്ചു. ഏറ്റവും കൂടുതൽ പൈസ നേടിയത് 7 ബണ്ടിലുകൾ നേടിയ അനുമോൾ 1,40,000 രൂപയും, രണ്ടാമത് 3 ബണ്ടിലുകൾ നേടിയ അക്ബർ 60,000 രൂപയും, 1 ബണ്ടിൽ നേടിയ ആദില 20,000 രൂപയും നേടി. എല്ലാവരും പ്ലാൻ ചെയ്തതുകൊണ്ട് വീതിച്ചെടുക്കുമോ എന്നറിയില്ല. ഏതായാലും പ്ലാൻ ചെയ്തുകൊണ്ട് ആർക്കും പുറത്തു പോകാതെ പൈസ എടുത്തുകൊണ്ട് അകത്ത് കയറാൻ പറ്റി. കാർ അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. തമിഴ് ബിഗ് ബോസിലൊക്കെ കാർ വളരെ ദൂരെയാണ് കിടന്നിരുന്നത്. ഷാനവാസ് സാബുമാനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സാബുമാൻ കരുതിയത് കഴിഞ്ഞ ടാസ്കിൽ തന്നെ എല്ലാവരും പുറത്താക്കിയതുപോലെ കാറിന്റെ അകത്ത് കയറുമ്പോൾ മറ്റുള്ളവർ പുറത്തുനിന്ന് തന്നെ പൂട്ടിയിട്ടാലോ എന്ന് കരുതിയോണ്ടാണ് പോകാത്തതെന്ന്. ചിലപ്പോൾ ഷാനവാസ് അങ്ങനെയായിരിക്കും കരുതിയത്. അനീഷ് എന്താണ് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നും 10-200 ദിവസമെങ്കിലും ബിഗ് ബോസിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നും പണത്തെക്കാളും എനിക്ക് താല്പര്യം അതാണെന്ന് അനീഷ്. ഇതിനിടയ്ക്ക് അനുമോളും ആദില നൂറയും ചെറുതായിട്ട് അടുക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണാം. എന്നാലും അവൾക്ക് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് കാണാം. അനുമോൾ ഈ വീക്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നും പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നൂറ. അനുമോളും അവരെ ടാർഗറ്റിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുവഴി. നൂറയ്ക്കൊരു കപ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നൂറയും പ്രതീക്ഷിക്കുന്നുണ്ട്, ആദിലയും പ്രതീക്ഷിക്കുന്നുണ്ട്. അനുമോൾ പോയി കഴിഞ്ഞാൽ അവരുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുമല്ലോ. സാബുമാനെ വട്ടാക്കാൻ ശ്രമിക്കുന്ന ഷാനവാസ് സാബുമാനെ കുറെ കളിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സാബുമാൻ ഒരു മണ്ടൻ തന്നെയാണ് പല കാര്യങ്ങളിലും. കേരളത്തിലെ ബേസിക് ജില്ലകളെപ്പോലും ഒരു നോളജ് സാബുമാനില്ല. എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുന്ന അനുമോളും അവർ തമ്മിലുള്ള രസകരമായ ബോണ്ടിങ്. ബലൂൺ പൊട്ടിക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത് കളിച്ചു. ഇതിൽ വിജയിച്ചത് ഷാനവാസ്. അക്ബറും ആദിലയും എപ്പോഴും സംസാരിക്കുന്നത് കാണാം. എപ്പോഴും ആദില അക്ബറിനെതിരെ തിരിഞ്ഞ ആദില ഇപ്പോൾ അക്ബറിന്റെ കൂടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യൂ.